എന്റെ സമാധാനം ആകെ നഷ്ടപ്പെട്ടിരിക്കേ. നന്ദേട്ടന് എന്ത് പറ്റിയാവോ? അമ്മയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. ഒരു കാര്യം ഉറപ്പാ, നന്ദേട്ടനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഡാഡിയെ ധിക്കരിക്കേണ്ടി വന്നാലും. ഇതാരാണെന്ന് മനസ്സിലായോ? അജിത്തല്ലേ? എഴുത്തിലൂടെ ഗീത എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വന്നവരെ അറിഞ്ഞിരുന്നു. കാണാൻ ഇന്നേ സാധിച്ചോളൂ. എന്ന് നിങ്ങൾ സംസാരിക്കും, ഞാൻ നടക്കാം. വേണ്ട, നിങ്ങൾ നടന്നോളൂ. ഞാൻ രാധുവിനെ പരിചയപ്പെടാനാ വന്ന്. പിന്നെ ഞങ്ങള് ദിവസവും കാണുന്നല്ലേ. നിനക്ക് മാച്ചാട്ടോ. എന്തായിരുന്നു 24 മണിക്കൂറും ജോലിയോട് ജോലി. എന്റെ അമ്മയെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? ഇതൊക്കെ ഞാൻ ദിവസം ചെയ്യുന്നതല്ലേ? ദിവസവും പോലെ അല്ലല്ലോ എല്ലാ ദിവസവും. എന്താ നിനക്ക് വേണ്ടത്? കാലത്ത് തന്നെ വന്ന് ഓരോന്ന് പറയണേ. എങ്ങനെ പറയാതിരിക്കും? എന്റെ അമ്മ 10 മാസം ചുമന്നു എന്നെ പ്രസവിച്ച എന്റെ പെറ്റമ്മ ഓർമ്മയായ കാലം മുതലേ ഒരല്ലരും അറിയിക്കാതെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാക്കി മാറ്റിയ എന്റെ അമ്മ ഇങ്ങനെ പകലന്തിയോളം പണിയെടുക്കുന്ന കാണുമ്പോൾ ഈ മകന്റെ നെഞ്ച് പിടയുകയാണമ്മേ, പിടയുകയാണ്. നന്ദു, നിനക്ക് എന്ത് പറ്റി? ഇല്ല, ഒരായുഷ്കാലം മുഴുവൻ ഈ അടുക്കളയിൽ ഒരു തടവ് പുള്ളിയെ പോലെ എന്റെ അമ്മയെ അടച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വാതിലുകൾ ഞാൻ ചവിട്ടി പൊളിക്കും. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്റെ മോൻ എന്തോ സംഭവിച്ചു. ഒന്നും സംഭവിച്ചില്ലെന്ന്. പെട്ടെന്നുള്ള വിഷമത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. മാതൃസ്നേഹം. മോൻ വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് ഇപ്പൊ ഇല്ല. പിന്നെ ഗീതയുണ്ടല്ലോ. അവളെ ഇന്നോ നാളെ കെട്ടിച്ചയക്കേണ്ടതല്ലേ? എന്നാ നമുക്കൊരു ജോലിക്കാരി നിർത്താം. എന്നിട്ട് വേണം ഇവിടുന്ന് ഓരോ സാധനങ്ങൾ മോഷിച്ചോണ്ട് പോവാൻ. നീ എന്താ പറയണേ? ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അത് വേണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഓ, ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കാത്തതാണ് കുറ്റമെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. ആരെ? നീ വേറെ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മയും അമ്മാവനെയും വേദനിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. ഓഫീസിലേക്ക് ചെല്ലാൻ വയ്യ. ജൂനിയർ എഞ്ചിനീയർമാർ വിളിച്ചു ചോദിക്കുന്നു, നന്ദു, നീ അമ്മാവന്റെ മകളെ വഴിയാധാരമാക്കി തറവാട് മഹിമ നശിപ്പിച്ചില്ലേ? തെരുവിലേക്ക് ഇറങ്ങിയാൽ തെരുവ് പിള്ളേർ വിളിച്ചു പോകുന്നു, അമ്മാവന്റെ മകളെ വഴിയാധാരമാക്കി തറവാട് മഹിമ നശിപ്പിച്ചവരെ. ഇനി എനിക്ക് താങ്ങാൻ വയ്യ. രാധു നോക്കി, രാധു, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തണം. വിവാഹം നടത്തണം പോലും? ഇനി ഈ കാര്യം പറഞ്ഞ ഏട്ടന്റെ അടുത്ത് എന്നാ ഏട്ടൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? നമുക്ക് വേറൊരു പെണ്ണെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. അയ്യോ, എല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ഞാൻ അമ്മാവനോട് മാപ്പ് പറയാം. അമ്മ പറഞ്ഞ ഒന്നും ഇതുവരെ അമ്മാവൻ കേൾക്കാതിരുന്നിട്ടില്ലല്ലോ. എന്നെ കൈവടിയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. എന്താ? പഴയതെല്ലാം മറന്ന് ഏട്ടൻ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ഏട്ടനോട് മാപ്പ് ചോദിക്കാൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നത്. മാപ്പ് പറയടാ. ഇവന് മാപ്പ് കൊടുക്കുക, എന്നിട്ട് കല്യാണം നടത്തി കൊടുക്കുക. കൊള്ളാം. ഒരമ്മയുടെ ഗതികേടെ. അമ്മാവ, ഞാൻ എല്ലാം വിശദമായിട്ട്. നീ മിണ്ടിപ്പോരുത്. അതിനുള്ള യോഗ്യത നിനക്കില്ല. നീ എന്റെ മരുമോനാന്ന് പറയുന്ന പോലും എനിക്ക് ലജ്ജയാ. ഏട്ടാ, ഞാനല്ലേ പറയണേ, ഏട്ടൻ പൊറുക്കണം. ആകെ ഇത്രയും നാൾ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്റെ മോടെ കാര്യത്തിൽ ഇനി അതില്ല. എനിക്കാണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. അവളെ കെട്ടാൻ വരുന്നവൻ 100% യോഗ്യനായിരിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കള്ളു കുടിച്ച് ബാറിന് ഉമ്പിക്കിടന്ന് അടിയുണ്ടാക്കുക, ദേശീയനൂടെ കയ്യാമ വെച്ച് റോഡിലൂടെ നടക്കുക, കല്യാണത്തിന് മുമ്പ് സ്വന്തം രക്തത്തിലുണ്ടായ കുട്ടിയുടെ അവകാശം നിഷേധിക്കുക, ഇതൊന്നും ചെയ്യാത്തവനായിരിക്കണം എന്റെ മരുമകൻ എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി നീ പറ, ഇവനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കണോ? അമ്മാവ, യഥാർത്ഥ എന്റെ അനിയത്തിയായി നിനക്ക് എന്തിവിടെ വരാം. പക്ഷേ എന്റെ മോടെ അമ്മയമ്മയോടെ വരാമെന്ന് നീ ഒരിക്കലും മോഹിക്കരുത്. ഇത്രയും ക്ഷോഭിച്ച് ഡാഡി ഞാൻ കണ്ടിട്ടേ ഇല്ല.
നന്ദുവേട്ടന് വിഷമായി കാണും അല്ലേ? എനിക്ക് അമ്മാവനോട് ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല. കാരണം ഇത്രയും സ്നേഹസമ്പന്നനായ എന്റെ അമ്മാവനെ ഈ തരത്തിലാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കുള്ളതാണ്. ഇതിനേക്കാൾ മോശമായ ഒരു സീനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ അമ്മാവൻ അത്രയ്ക്ക് മാന്യനായതുകൊണ്ട് ഇത്രയും സംഭവിച്ചുള്ളൂ. നന്ദുവേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന നമ്മുടെ കല്യാണം ഈ അവസ്ഥയിലെത്തിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് പഴയ അവസ്ഥയിലാക്കാനും എനിക്കറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരും, നമ്മുടെ കല്യാണം അല്പം വൈകിയാലും വേറൊരു കല്യാണം വന്നാൽ ഞാൻ മുടക്കും. അതുറപ്പാണ്. അമ്മായി, രാധു മോളെ കാണണമെന്ന് മനസ്സിൽ ഇപ്പൊ കരുതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എത്തിയില്ലേ? നീ ഇങ്ങോട്ട് വരുന്ന വിവരം ഏട്ടനറിയോ? ഡാഡി സമ്മതിക്കില്ലെന്ന് ഞാൻ പറയേണ്ടതെന്നെ അറിയാലോ. അല്ലഗീതേ, നിനക്ക് ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഊണ് തരണമെന്നുണ്ട്. പക്ഷെ അതിന് കഴിയണ്ടേ? എന്നാ ഞാനിന്ന് ഊണ് കഴിഞ്ഞേ പോണുള്ളൂ. പോരെ? ആഹാ, കുട്ടിയോ? അമ്മയാ. വരൂ. ആ, ആരായത്? എങ്കിൽ ഇതാണ് എന്റെ അമ്മ. കുറച്ചു ദിവസമായി ഇങ്ങോട്ട് വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. എപ്പോ നോക്കിയാലും ഇവിടുത്തെ വർത്താന കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. സന്തോഷം. പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അങ്കിളിനോട് എനിക്ക് വലിയ അഡ്മിറേഷനാണ്. ഞാനത് അമ്മയോട് എപ്പോഴും പറയും. എനിക്കുള്ളതിൽ ഇളയതായി ഇവൻ. മൂത്തവരൊക്കെ പെണ്ണും കെട്ടി അവിടെ ഇവിടെയായി. ഇവനാണെങ്കിൽ ഗൾഫിലും. ഈ വയസ്സുകാലത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു. ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞ കേക്കണ്ടേ? അയ്യോ, സമ്മതിക്കാനായിട്ടൊന്നുമല്ല, പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടണ്ടേ? കുട്ടിക്ക് പെണ്ണ് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? ഗോവിന്ദൻ കുട്ടിക്കൊരാഗ്രഹം, അത് പറയാൻ കൂടി ഇങ്ങോട്ട് വന്നത്. ഈ വീടുമായൊരു ബന്ധം വേണം. അത് ഞാൻ തുറന്നു ചോദിക്കുന്നുണ്ട്, വിഷമമൊന്നുമില്ലല്ലോ. ഏയ്, നമുക്ക് ആലോചിക്കാം. കുട്ടിക്കാലത്ത് നാട്ടിൽ വന്ന ഊണും ഉറക്കമല്ല ഇവിടെ തന്നെ. ഇന്ന് ഇവിടേക്ക് വരണമെങ്കിൽ ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണു വെട്ടിക്കണം. ഇങ്ങനെയൊക്കെ ആവുന്ന ആരാ കരുതിയേ? എല്ലാം ചേട്ടന്റെ കുറ്റം തന്നെയാ. അങ്ങോട്ടും ഇങ്ങോട്ട് പഴി കാര്യമുണ്ട്, കാര്യമൊന്നുമില്ലല്ലോ. ആ, ഇതിന്ന് കരകയറാൻ പറ്റുമെന്ന് നോക്കാം. നീ നാട്ടുകാരുടെ ഫ്യൂസ് ഉരിച്ചും നാട്ടിൽ പവർക്കുട്ട് ഉണ്ടാക്കിയിരുന്നോ? നിന്റെ ഫ്യൂസ് ഇപ്പൊ ആ കുട്ടി ഊരും, സൂക്ഷിച്ചോ. നിനക്ക് എവിടുന്നായി വിവരം കിട്ടിയത്? ഗോപാലൻ നായർ മണിയടിച്ചറിഞ്ഞതാ. ഗോവിന്ദൻകുട്ടി എന്റെ അമ്മയും കൂടി ബംഗ്ലാവിൽ പോയി കല്യാണക്കാരൻ സംസാരിച്ചു എന്ന് അറിവ്. നമ്മൾ തന്നെയല്ലേ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുത്തത്. എന്തായാലും അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാവും, പറഞ്ഞേക്കാം. നീ സമാധാനായിട്ടേരി, നമുക്കത് വരട്ടെ. നാളെ നേരം വെളുക്കട്ടെ. അവനെ ശരിക്കും വരട്ടണം താമോട്ട്. ഇനി അവൻ ഒരിക്കലും ഈ ബുദ്ധി തോന്നരുത്. നീ പേടിക്കണ്ട. ഈ യൂണിഫോം കണ്ടാൽ അവനല്ല അവന്റെ തന്തപ്പടി വരെ പറയും. അതേ തന്തപ്പടി മരിച്ചു പോയില്ലേ? എന്നാ തള്ളപ്പടി. ഇവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാത്തിനും ഒരു പാഠം പഠിപ്പില്ല. പിന്നെ രണ്ടാമത് വരണ്ടല്ലോ. എന്നാ വിളിക്കും. താനാ വലിയ പറമ്പിലെ മാധവൻ നായരുടെ മകളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു കേട്ടല്ലോ. എന്നത് വേണ്ട. ഇവിടെ ചോദിക്കാനും പറയാനും മാത്രമല്ല, കല്യാണം കഴിക്കാൻ കൂടി ആളുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് തന്നെ സംസാരിച്ചിരിക്കണേ. അല്ല, പോലീസിന് എന്താ ഇവിടെ കാര്യം? താനെപ്പോഴാ ബ്രോക്കറായത്? ബ്രോക്കറോ? ഇവനൊരു നടക്കു പോകുന്ന ലക്ഷണമില്ലെന്ന് തോന്നുന്നു. തനിക്ക് പോലീസുകാരുടെ സ്വഭാവം അറിയില്ലെന്ന് തോന്നുന്നു. താൻ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പോലീസുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്റെ കുടുംബത്തിലും പോലീസുകാരുണ്ട്. പക്ഷെ തന്നെ പോലെ സാധാ പോലീസുകാരനല്ല. IG വിശ്വനാഥൻ നായരെന്ന് കേട്ടിട്ടുണ്ടോ? വിശ്വനാഥൻ സാറോ? അത് ഞങ്ങളുടെ IG. ഓ, എങ്കിൽ അതെന്റെ അമ്മാവനാണ്. നമുക്ക് പോകാം. സോറി സാർ, വീട് മാറിപ്പോയതാ. ഞാൻ പോട്ടെ. നന്ദു വാ. ദാമോട്ടാ, നീ അങ്ങനെ രക്ഷപ്പെട്ടതെന്ന് കരുതണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.